നമസ്കാരം. ഞാനിന്ന് പരിചയപ്പെട്ടത് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ക്ഷീരകർഷകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ അമ്മമ്മ. അമ്മമ്മയുടെ പേര് സൗദാമിനി KV എന്നാണ്. പശുവിനെ വാങ്ങിയിട്ട് എത്ര നാളായി? പശുവിനെ വാങ്ങിയിട്ട് ഒരു 15 വർഷമായി. 15 വർഷം. 15 വർഷം പശുവിനെ വാങ്ങിയിട്ട്. പച്ചില്ലേ ഒരു ദിവസം ഏകദേശം എത്ര പാൽ തരാറുണ്ട്? ഇപ്പോഴത്തെ പശുവിന് 12 ലിറ്റർ പാൽ കിട്ടും. ഇപ്പോഴത്തെ പശുവിന്. അപ്പം പണ്ടല്ലോ? പണ്ട് ഞാൻ കൊടുത്ത പശുവിന് ഒരു 15 ലിറ്റർ പാലോളം കിട്ടുന്നുണ്ടായിരുന്നു. വീടുകളിൽ പാൽ കൊടുക്കാറുണ്ടോ? രാവിലെ 2 ആൾക്ക് കൊടുക്കും, വൈകുന്നേരത്തെ പാലെല്ലാം വീടുകളിൽ കൊടുക്കും. സൊസൈറ്റിയിലോ? സൊസൈറ്റിയിൽ രാവിലെ ഒരു 8 ലിറ്റർ പാല് രാവിലെ കൊടുക്കും. അപ്പോൾ സൊസൈറ്റിയിൽ കൊടുത്താൽ എത്ര രൂപ കിട്ടും? സൊസൈറ്റിയിൽ ലിറ്ററിന് 50 രൂപയായിട്ടാണ് നമുക്ക് തരുന്നത്. അവർ അടന്ന് 57 രൂപക്ക് അവർ പുറത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഒരു വീടുകളിൽ 1 ലിറ്റർ പാൽ നിങ്ങൾ ആവശ്യത്തിന് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവർ എത്ര രൂപ തരും? അവർ 55 രൂപ തരും വീടുകളിൽ. ഇപ്പം പശുവിനെ മേയ്ക്കാൻ കൊണ്ടുപോയിട്ടുണ്ടോ? ഇല്ല, ഇപ്പം കൊണ്ടുപോയിട്ടില്ല. ഇപ്പം കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ആദ്യം തന്നെ കിട്ടലാണ്. ഇപ്പം എത്ര പശുവുണ്ട്? ഇപ്പം ഒരു കറവ് പശുവും ഒരു കാളിയെടുക്കാനായ ഒരു കന്നുകുട്ടി, പിന്നെ ചെറിയൊരു കന്നുകുട്ടി. പിന്നെ ഇപ്പോൾ പശുവിനെ തീറ്റാൻ കൊണ്ടുപോയിട്ടുണ്ടോ? ഇല്ല, ഇപ്പം കൊണ്ടുപോയിട്ടില്ല. ഇപ്പം കൊണ്ടുപോയില്ല, വയലിൽ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് കൊണ്ടുപോയില്ല. അല്ലെങ്കിൽ വയലാവുള്ളൂ. എല്ലാ ദിവസവും പശുവിനെ കൊണ്ടുപോകാറുണ്ടോ? എല്ലാ ദിവസവും മറ്റു കൊണ്ടുപോകണ്ടേനും. ഇപ്പം വെയിൽ പോകാനും കൊണ്ടുപോകാനും ബുദ്ധിമുട്ടാണ്. പശുവിന് കൃത്യമായി കുത്തിവെപ്പ് നടത്താറുണ്ട്? കുത്തിവെപ്പ് കൃത്യമായിട്ട് നടത്തുന്നുണ്ട്. പക്ഷെ കാള പിടിക്കാൻ ഭയങ്കര പ്രയാസം. അതാണ് ഒരു ഭയങ്കര ബുദ്ധിമുട്ട് പശുവിനെ കൊണ്ട് കാള പിടിച്ചു കിട്ടാൻ. ഈ പശുവിനെ വളർത്താല്ലാണ്ട് വേറെ കൃഷി ആക്കുന്നുണ്ട്, പച്ചക്കറി നടുന്നുണ്ട്, അങ്ങനെയൊക്കെ ഒരു കൃഷിയെല്ലാം ചെയ്യലുണ്ട്. പിന്നെ പശുക്കൾക്ക് തീറ്റപ്പുല്ല് നട്ടിന് അത് കഴിഞ്ഞുകൊണ്ടെല്ലാം അധികം അങ്ങനെയുള്ള ചെറിയ ചെറിയ കൃഷിയെല്ലാം ചെയ്യലുണ്ട്. അപ്പോൾ പശു മാത്രമാകുമ്പോൾ നമുക്ക് ജീവിതമാർഗം കിട്ടില്ല. ഈ കൃഷിയെല്ലാം ജീവിതമാർഗം. കൃഷിയും നെല്ല് ആക്കുന്നുണ്ട്, നെൽകൃഷി ചെയ്യുന്നുണ്ട്, ഭക്ഷണത്തിന് എടുക്കും, പിന്നെ ഉണക്കപ്പുല്ല് പശുവിന് കൊടുക്കാം. അങ്ങനെയെല്ലാം കൂടിയിട്ടായിട്ട് അങ്ങനെ ഒപ്പിക്കും. അപ്പോൾ ഈ നെല്ല് ഇങ്ങനെ വീട്ടിൽ മാത്രം വെക്കലാന്നല്ലേ കടയെല്ലാം കൊടുക്കലുണ്ട്? നെല്ല് എൻ്റെ ആവശ്യം വെച്ചിട്ട് ബാക്കി ഞാൻ കടയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചക്കറി കിട്ടിയിട്ടാകുമ്പോൾ പാട് കിട്ടിയില്ലെങ്കിൽ വീട്ടിൽ അതും അങ്ങനെ ആവശ്യം വെച്ചിട്ട് ആരെങ്കിലും പച്ചക്കറി അങ്ങനെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറേശ്ശെ അതും കൊടുക്കും. പച്ചക്കറിയും കൊടുക്കും, ചീര അതെല്ലാം കൊടുക്കുന്നുണ്ട്. ഇത് ഈ വർഷം നെൽകൃഷിയെല്ലാം നടത്തിനോ? ഈ വർഷം നെൽകൃഷി നടത്തിയിരുന്നു. കുറച്ച് ആക്കിയെങ്കിലും പിന്നെ മോളെ കല്യാണവും കാര്യങ്ങളായതുകൊണ്ട് കുറച്ച് ചെയ്തു. അപ്പോൾ ഈ നെൽകൃഷി ഏത് തരം നെല്ലാണ്? നെൽകൃഷി ഓരോ കൊല്ലത്തിലും ഓരോ വിത്ത് കൃഷിഭവനിൽ മാറ്റിയിട്ടാണ് ചെയ്യുന്നത്. പണ്ടത്തെ പോലത്തെ വിത്തൊന്നല്ല ഇപ്പോഴത്തേത് അവർ ഏതെല്ലോ വിത്ത് കൊണ്ടുവന്നിട്ട് ഒരിക്കൽ പറയും പൊന്മണി, ഒരിക്കൽ പറയും ആതിര, അങ്ങനെയെല്ലാം കൊണ്ടുവന്നിട്ടാണ് കൃഷി ചെയ്യുന്നത്. നമ്മൾ പണ്ടത്തെ വിത്തൊന്നും ഇല്ല. ഇപ്പം പുതിയ വിത്ത് അവർ എവിടെന്നെങ്കിലും കൊണ്ടുത്തരും, അങ്ങനെ ചെയ്യാം. ഇതിപ്പോ കറക്കുന്ന കുഞ്ഞു പശു, ചെറിയ കന്നുകുട്ടി, കുഞ്ഞുകുട്ടി. ഇതിനാണ് ഇപ്പോൾ കറക്കുന്ന കുട്ടി. അപ്പം ഇത് വലിയ മരവും കടിച്ചായി കാള പിടിക്കാൻ ആകാനായി. ഇതിനും പോയിട്ടാലും ബുദ്ധിമുട്ടുണ്ടപ്പോൾ, എന്നാലും എന്തെങ്കിലും ഒരു പണി വേണ്ട വെച്ചിട്ട് ഇങ്ങനെ നോക്കുന്നു. അപ്പോൾ അതാണ് കറക്കുന്നത്. ഇപ്പം കറവുള്ളതാണ് ഇത്. ഇനിയാണ് കറക്കുന്നത്. എനിക്ക് വേണ്ടി ഇത്രയും കാര്യം സഹകരിച്ച് എനിക്ക് വേണ്ടി ഇതിനപ്പുറം നിന്നത് അമ്മമ്മക്ക് ഞാൻ നന്ദി പറയുന്നു.